വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചപ്പോൾ നമ്മൾ കുറച്ചധികം നവോത്ഥാന നായകന്മാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടു. അപ്പൊ അതിലെ പ്രശസ്തനായിട്ടുള്ള ഒരു നവോത്ഥാന നായകനെ തന്നെ നമുക്ക് ആദ്യം പഠിക്കാം. അദ്ദേഹത്തിന്റെ പേര് വി ടി ഭട്ടതിരിപ്പാട് എന്നാണ്. എന്താണ് വി ടി ഭട്ടതിരിപ്പാട്? അപ്പൊ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്താ പറയാ, എവിടെയാ ജനിച്ചത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ രൂപത്തിൽ പഠിക്കാം. 1896 മാർച്ച് മാസം 26 1896 മാർച്ച് മാസം 26 ഇദ്ദേഹം ജനിക്കണേ. ജനിച്ചത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ പൊന്നാനി എന്ന് പറയുന്ന താലൂക്കിൽ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ തൃത്താല പഞ്ചായത്തിൽ. ഇതെന്താ ടീച്ചർ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണേന്ന് ചോദിച്ചു. ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അവിടെ മേഴത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലാണ് ഇത്രേ ആര് ജനിക്കണേ? നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട് ജനിക്കണേ. അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര്, പൂർണ്ണ രൂപമാണ് ചോദിക്കണേച്ചാ വെള്ളിത്തിരുത്തി. എന്താണ് വെള്ളിത്തിരുത്തി? വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ, വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. കേട്ടു. അതുപോലെ തന്നെ അദ്ദേഹം പി ടി എം തുപ്പൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിതാവ്. അതൊന്നും ചോദിക്കാറില്ല. ശ്രീദേവി അന്തർജനാണ് അദ്ദേഹത്തിന്റെ മാതാവ്. അങ്ങനെ അദ്ദേഹം ജനിച്ചു. നമ്പൂതിരി സമുദായത്തിന്റെ അന്ന് കാലത്ത് നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതിനുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കുറെ കാര്യങ്ങൾ നമ്പൂതിരി സമുദായത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യേണ്ടായി. ഇപ്പൊ പറയാം, ബ്രാഹ്മണ സമുദായത്തിലെ തന്നെ ആദ്യത്തെ മിശ്ര വിവാഹം, ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യത്തെ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നമ്മുടെ വി ടി ഭട്ടതിരിപ്പാടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം, കേരളത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം. കാരണം ഏറ്റവും കൂടുതൽ വിധവകൾ ഉണ്ടായിരുന്നത് നമ്പൂതിരി സമുദായത്തിലായിരുന്നു. 12ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളെ 78ഉം 80ഉം വയസ്സുള്ള ആൾക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കും. ചിലപ്പോ എന്താ പറയാ, ഒരു വർഷം വരെ വിവാഹം കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ജീവിതം ഉണ്ടാവില്ല. അപ്പോഴേക്കും എന്തായിരിക്കും, ഭർത്താവ് മരിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ പറ്റിയ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ വിധവാ വിവാഹത്തിന് ഇദ്ദേഹം നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് നമുക്കറിയാം, നാനാജാതി മതസ്ഥര്, ഒരു ഉയർന്ന ജാതിക്കാർ പോകുന്ന വഴിയിലൂടെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം കൂടി ഉണ്ടായില്ല. നമ്മൾ വില്ലുവണ്ടി സമരത്തിൽ പഠിച്ചു. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ്, നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല, ഒരുമിച്ച് താമസിക്കാൻ പറ്റുണ്ടായിരുന്നില്ല എന്നാ പറയണേ. ഒരുമിച്ച് താമസിക്കാൻ നിൽക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ താമസിക്കാൻ പറ്റണം? അങ്ങനെ താമസിക്കാൻ ഇദ്ദേഹം എന്ത് സ്ഥാപിച്ചു? കൊടുമുണ്ട കോളനി സ്ഥാപിച്ചു. എന്താണ് ഒരു കോളനിയുടെ പേര്? കൊടുമുണ്ട കോളനി. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് കേട്ടോ. സ്ഥാപിച്ചത് 1935 അപ്പൊ ഇത്രയും എന്താ പറയണേ, പറയുമ്പോ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഇനിയും കുറേയധികം കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് അദ്ദേഹം എന്താ പറയുന്നത്, ആരംഭിച്ച സംഘടനയാണ് യോഗക്ഷേമ സഭ. എന്താണ് യോഗക്ഷേമ സഭ? അപ്പൊ യോഗക്ഷേമ സഭ സ്ഥാപിക്കുകയാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് 1908 ജാനുവരി മാസം 31 സ്ഥാപിച്ചത് ആലുവയിലാണ്. യോഗക്ഷേമ സഭയുടെ സ്ഥാപകനാണ് വി ടി ഭട്ടതിരിപ്പാട്. ആലുവയിൽ സ്ഥാപിച്ചു. എന്നാൽ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു യോഗക്ഷേമ സഭയുടെ പ്രസിഡന്റ് കേട്ടോ. അദ്ദേഹമാണ് ആദ്യത്തെ പ്രസിഡന്റ്. സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തിയാണ് വി ടി ഭട്ടതിരിപ്പാട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഘടന ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബഹുഭാര്യാത്വം അവസാനിപ്പിക്കുക. എന്താണ് ഒരു ഭാര്യ മതിയെന്ന്? ബഹുഭാര്യാത്വം നിരോധിക്കുക. അതുപോലെ തന്നെ വിധവാ വിവാഹം നടത്തുക. പിന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, വൃദ്ധന്മാരെ വിവാഹം കഴിക്കുന്നു അല്ലെ, ആ വൃദ്ധ വിവാഹം തടയുക. ഇങ്ങനെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്താരംഭിച്ചത്? യോഗക്ഷേമ സഭ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം തന്നെ എന്തായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു. എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. മംഗളോദയം
എന്ന് പറയുന്ന മംഗളോദയം എന്ന് പറയുന്ന മുഖപത്രം ആരംഭിച്ചതാണ്? യോഗക്ഷേമ സഭ ആരംഭിച്ചതാണ്. ഇത് കൂടാണ്ട് എന്താണ് യോഗക്ഷേമം എന്ന് പറയുന്ന ഒരു മാസികയും ഉണ്ടായിരുന്നു. അപ്പൊ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് എന്താണ്? മുഖപത്രമാണ് മംഗളോദയം. ഇത് ഒരു മാസിക കൂടിയാണ്. കൂടാതെ വേറൊരു മാസികയും കൂടി ഉണ്ടായിരുന്നു. മാസികയുടെ പേരെന്താണ്? യോഗക്ഷേമം മാസിക എന്നാണ്. ഇത്ര കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? അതിനുശേഷം പിന്നെ അദ്ദേഹം 1919 VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തന്നെ ആരംഭിക്കുകയാണ് നമ്പൂതിരി യുവജന സംഘം. എന്തു തുടങ്ങി? നമ്പൂതിരി യുവജന സംഘം എന്ന് പറയുന്ന സംഘടന വന്നു. നമ്പൂതിരി യുവജന സംഘം ട്ടോ. അതിന്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര് ചോദിച്ചാൽ എന്താ പറയാ? ഉണ്ണി നമ്പൂതിരി എന്നാണ് അതിന്റെ പേര് പറയാട്ടോ. ഇനി VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോ ആദ്യം ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ നാടകമാണ്. എന്താണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അല്ലെ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് എന്താണ്? VT ഭട്ടതിരിപ്പാടിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ് അല്ലെ? ഇത് ആദ്യമായി അവതരിപ്പിച്ചത് 1929 29 ഇടക്കുന്നിയിലാണ്. ഇടക്കുന്നി ടീച്ചറുടെ ജില്ല, തൃശ്ശൂർ ജില്ല ട്ടാ. അപ്പോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച വേദി എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ആദ്യമായി പ്രസിദ്ധീകരിച്ചത്, ഈ നാടകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരി മാസികയിലാണെന്നും ഓർത്തു വെച്ചോളോ. ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരി മാസികയിലാണ് എന്നും മനസ്സിലാക്കാം. ഇനി അടുത്തത് വളരെ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന വിളംബര ജാഥയ്ക്കൊക്കെ ആര് പങ്കെടുക്കുകയുണ്ടായി? നമ്മുടെ VT ഭട്ടതിരിപ്പാട് പങ്കെടുക്കുകയുണ്ടായി. അപ്പോ അതില് ആ ജാഥയില് അദ്ദേഹം വളരെ വിവാദമായ ഒരു പ്രസ്താവന നടത്തി. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറയുന്ന വിവാദമായ പ്രസ്താവന നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. എന്തുമായി ബന്ധപ്പെട്ട്? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന വിളംബര ജാഥയുമായി ബന്ധപ്പെട്ട് VT ഭട്ടതിരിപ്പാട് നടത്തിയ പ്രസ്താവനയാണ്. ഇനി എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം തന്നെ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന മാസികയിൽ ഇവര് ഇറക്കുകയുണ്ടായി. അതിന്റെ പരിണിത ഫലമായി കൊച്ചി സർക്കാർ എന്തു ചെയ്തു? ഉണ്ണി നമ്പൂതിരി എന്താണ്? നിരോധിച്ചു എന്നും കൂടി ഓർത്തു വെക്കാം. ക്ലിയർ ആയില്ലേ? ഇനി VTയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ദരിദ്രരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായിട്ട് തുക സമാഹരിക്കാൻ അദ്ദേഹം ഒരു കാൽനട പ്രചരണ ജാഥ നടത്തി. അതിനെ പറയുന്നു യാചനായാത്ര. തൃശ്ശൂർ മുതലാണ് അദ്ദേഹം നടത്തിയത്. എന്താ പറയാ? ചന്ദ്രഗിരി പുഴ എവിടെയാണത്? കാസർഗോഡ് ജില്ല അല്ലെ? കാസർഗോഡ് ജില്ലയെ കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ഈ ചന്ദ്രഗിരി പുഴ. അപ്പൊ ഈ ചന്ദ്രഗിരി പുഴ വരെ അദ്ദേഹം യാചനായാത്ര നടത്തുകയാണ്. 1931 ഏപ്രിൽ മാസം 26 യാചനായാത്ര നടന്നു അല്ലെ? യാചനായാത്ര എത്ര ദിവസമായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? 7 ദിവസം നീണ്ടു നിൽക്കുകയാണ് ചെയ്തത്. എന്താണ്? 7 ദിവസം നീണ്ടു നിന്നു. ഇനി അടുത്തത് ഇദ്ദേഹം ഈ നമ്പൂതിരി സമുദായത്തിലുള്ള ആൾക്കാരുടെ കുടുംബം കെട്ടല് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കുടുംബം മുറിക്കുക, പരിവേദനം, മിശ്രഭോജനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. അപ്പൊ കുടുംബം വേണ്ട, കുടുംബ മുറിക്കൽ പരിപാടി, അതുപോലെ തന്നെ പരിവേദനം എന്ന് പറയുന്ന ചടങ്ങ്, പരിവേദനം, അതുപോലെ തന്നെ മിശ്രഭോജനം. അവരെ അറിയാം നിങ്ങൾക്ക്, എന്ത് നടത്തില്ല? എന്താ പറയാ, നോൺ വെജിറ്റേറിയൻസ് ഒന്നും അല്ല അവര് അല്ലെ, വെജിറ്റേറിയൻസ് ആണ്. അപ്പൊ മിശ്രഭോജനം നടത്താൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് നേതൃത്വം നമ്പൂതിരി സമുദായത്തിൽ ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരാൻ നേതൃത്വം നൽകിയ നവോത്ഥാന നായകനും ആരന്നെയാണ്? VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കഥാസമാഹാരത്തിന്റെ പേര് രജനീരംഗം എന്നാണ്. എന്താണ് രജനീരംഗം എന്നത്? അദ്ദേഹത്തിന്റെ കഥാസമാഹാരമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹത്തിന്റെ നാടകമാണ്. അതുപോലെ തന്നെ കണ്ണീരും കിനാവും എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് VTയുടെ ആത്മകഥ, കണ്ണീരും കിനാവും. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ ആത്മകഥയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു. ഇനി അടുത്തത് 1900
2021 ഒറ്റപ്പാലത്ത് ഒരു അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമ്മേളനത്തിന്റെ വോളണ്ടിയർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? VT ഭട്ടതിരിപ്പാട് എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി VT ഭട്ടതിരിപ്പാടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ഒരു കാര്യം, നാടകത്രയം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണ് നാടകത്രയം? ത്രയം എന്ന് പറയുമ്പോൾ 3 എണ്ണാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നാടകത്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ്? അതായത് എന്താ പറയാ, നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്ക് എതിരെയുള്ള 3 നാടകങ്ങളെയാണ് നാടകത്രയം എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഒന്ന്, മറക്കുടയ്ക്കുള്ളിലെ മഹാ നരകം. എന്താണ്? മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. ആരാണ് എഴുതിയെന്നറിയോ? മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ്. അടുത്തത് എഴുതിയത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് എഴുതിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അടുത്തത് നോക്കൂ, ഋതുമതി. അത് എഴുതിയത് MP ഭട്ടതിരിപ്പാടാണ്. ഇത് MP ഭട്ടതിരിപ്പാട് എഴുതി, ഇത് VT ഭട്ടതിരിപ്പാട് എഴുതി. ഇതാരാ എഴുതിയേ? മുല്ലമംഗലം രാമൻ ഭട്ടതിരിപ്പാട്. ഇവരുടെ 3 പേരുടെ 3 നമ്പൂതിരി സമുദായത്തിലെ പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളുടെ 3 നാടകങ്ങൾ. ഈ 3 നാടകങ്ങളും നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ആയിരുന്നത് കൊണ്ട് ഈ 3 നാടകങ്ങളെ നമ്മൾ നാടകത്രയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയുടെ പേരാണ് അന്തർജന സമാജം. അപ്പൊ അന്തർജന സമാജം രൂപീകരിച്ചതും ആരെന്നെയാണ്? VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ യോഗക്ഷേമ സഭ, നമ്പൂതിരി യുവജന സംഘം, അന്തർജന സമാജം, യാചനായാത്ര, അല്ലെ? അതുപോലെ തന്നെ എന്താണ്? അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ലേഖനം. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട്, ഏത് ജാതിയുമായി ബന്ധപ്പെട്ടതാ? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാതിയുമായി ബന്ധപ്പെട്ടത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം, കണ്ണീരും കിനാവും എന്ന് പറയുന്ന ആത്മകഥ, രജനി രംഗം എന്ന് പറയുന്ന കഥാസമാഹാരം. ഇതൊന്നും കൂടാണ്ട് അദ്ദേഹത്തിന്റെ ധാരാളം കൃതികൾ വേറെയുണ്ട്. അങ്ങനെയുള്ള 1-2 കൃതികളും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന് ദക്ഷിണായനം എന്നതാണ്. അടുത്തത് ചക്രവാളങ്ങൾ എന്നതാണ്. ചക്രവാളങ്ങൾ. അടുത്തത് പൊഴിഞ്ഞ പൂക്കളാണ്. ഏതാണ്? പൊഴിഞ്ഞ പൂക്കൾ. ഏതാ? പൊഴിഞ്ഞ പൂക്കൾ എന്ന് പറയുന്നതാണ്. അടുത്തത് വെടിവട്ടം. ഏതാണ്? വെടിവട്ടം എന്നതാണ് ട്ടോ. വെടിവട്ടം. അടുത്തത് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു മനുഷ്യനാകുന്നു. അടുത്തത് കരിഞ്ചന്ത. എത്രയോ അധികം കൃതികളാണ് അദ്ദേഹം രചിച്ചേക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്തത് കർമ്മവിഭാഗം. ഏതാണ്? കർമ്മവിഭാഗം. അടുത്തത് നോക്കൂ, ജീവിത സ്മരണകൾ. ഇതൊക്കെ തന്നെ ആരുടെ കൃതികളാണ് എന്ന് മനസ്സിലാക്കണം? VT ഭട്ടതിരിപ്പാടിന്റെ കൃതികളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ VT ഭട്ടതിരിപ്പാട്, ഞാൻ സാധാരണ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയാറ്. പക്ഷെ നവോത്ഥാന നായകന്മാർക്ക് PSC ഇമ്പോർട്ടൻസ് കൊടുത്ത് ധാരാളം ചോദ്യങ്ങൾ വരുമ്പോ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താ അറിയോ? ആസിഡുകളെ കുറിച്ച് ടീച്ചർ വേറൊരു ക്ലാസ് ഇടാം. ഈ ആസിഡുകളുടെ പ്രത്യേകത, ചില ആസിഡുകൾ എന്തിനു ഉപയോഗിക്കുന്നു? ആസിഡുകളുടെ ഉപയോഗക്രമം നമ്മളോട് ചോദിച്ചു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അതിന് നമ്മളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: അസറ്റിക് എന്ന് പറയുന്ന ആസിഡ് എന്തിന് ഉപയോഗിക്കുന്നു? അസറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നത് രാസവളം നിർമ്മിക്കാനാണ്. എന്തിനാണ്? രാസവളം നിർമ്മിക്കാൻ. അപ്പൊ ചില ആസിഡുകളും ആ ആസിഡുകൾ ഉപയോഗിക്കുന്നത് എന്തിന് എന്നുള്ളതുമാണ് അടുത്തത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അസറ്റിക് ആസിഡ് അല്ലെ, ആദ്യം കണ്ടുപിടിച്ച ആസിഡാണ്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ്. അത് രാസവളത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസിഡാണ് സൾഫ്യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ സൾഫ്യൂറിക് ആസിഡ് എന്തിനാ ഉപയോഗിക്കണേ? സൾഫ്യൂറിക് ആസിഡും രാസവളം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിർജ്ജലീകരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് നിർജ്ജലീകരണം? പിന്നെ പെയിന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്.
ഫൈബർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് പെട്രോളിയം എന്ത് ചെയ്യാൻ? ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പെട്രോളിയം ശുദ്ധീകരിക്കാൻ. അടുത്തത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് ഉപയോഗിക്കുന്നു? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോട്ടോർ വാഹനങ്ങളുടെ എന്താ പറയുന്നത്, വെഹിക്കിൾസിന്റെ ബാറ്ററി നിർമ്മിക്കാനൊക്കെ എന്തുപയോഗിക്കുന്നു? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് കുറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് വിനാഗിരി അല്ലെ, വിനാഗിരി എന്തിനാ ഉപയോഗിക്കണേ? അച്ചാറുകളില് അല്ലെ, അതുപോലെ മറ്റു ഭക്ഷ്യവസ്തുക്കളിലൊക്കെ നമ്മൾ വിനാഗിരി ഒഴിച്ചു വെക്കാറുണ്ട്. അപ്പൊ അതിനാ ഉപയോഗിക്കണേ. അടുത്തത് എന്താണ്? സിട്രിക് ആസിഡ് എന്ന് പറയുന്ന സാധനം. അതെന്താ ഉപയോഗിക്കണേ? അതായത് പാനീയങ്ങളിൽ ഉപയോഗിക്കും. പിന്നെ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാണ്ടിരിക്കാനും ഭക്ഷ്യവസ്തു കേടാകാതിരിക്കാൻ എന്തുപയോഗിക്കേണ്ട? സിട്രിക് ആസിഡ്. അടുത്തത് നോക്കൂ, ടാനിക് ആസിഡ് എന്തിനാ ഉപയോഗിക്കണേ? ടാനിക് ആസിഡ് മഷി, അതുപോലെ തന്നെ തുകല് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തത് എന്താണ്? നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? രാസവളത്തിന് കുറെ ആസിഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. രാസവളം, അതുപോലെ ഡൈ ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ പെയിന്റ്. ഇവിടെ നേരത്തെ പെയിന്റ് നമ്മൾ പറഞ്ഞു അല്ലെ, സൾഫ്യൂരിക് ആസിഡ്. അതൊക്കെ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? നൈട്രിക് ആസിഡ് അതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഉപയോഗങ്ങൾ. ഇനി നമുക്ക് പഠിക്കണം, അതായത് അത് ടീച്ചറെ കെമിസ്ട്രി ടോപ്പിക്സ് പഠിപ്പിക്കുമ്പോൾ ടീച്ചറെ തീർച്ചയായിട്ടും പഠിപ്പിക്കാം. ആസിഡുകളുടെ പൊതുവായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവ്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു വിപ്ലവകാരി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, ഭഗത് സിംഗിനെ. അപ്പൊ ഭഗത് സിംഗിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇന്നത്തെ പാകിസ്ഥാനിൽ 1907 ലയൽപൂർ ജില്ലയിലെ ബംഗ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഭഗത് സിംഗ് ജനിക്കണേ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ ഭഗത് സിംഗിനെയാണ് കേട്ടോ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കില്ല. വിപ്ലവത്തിന്റെ വാൾ ആശയങ്ങളുടെ ഉരകല്ലിൽ മൂർച്ച കൂട്ടേണ്ടതുണ്ട് അല്ലെ. അങ്ങനെ പറഞ്ഞത് ആരാണ്? ഭഗത് സിംഗ് ആണ്. എന്താണ്? തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കില്ല, വിപ്ലവത്തിന്റെ വാള് ആശയങ്ങളുടെ ഉരകല്ലിൽ മൂർച്ച കൂട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ഭഗത് സിംഗ്. അതുപോലെ തന്നെ ഇൻക്വിലാബ് സിന്ദാബാദ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയ വ്യക്തി, ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയ വ്യക്തി, അല്ലെങ്കിൽ ആ മുദ്രാവാക്യത്തിനെ ജനകീയനാക്കിയ വ്യക്തി ആരാണ്? ഭഗത് സിംഗ് ആണ് അല്ലെ. ഇനിയും അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് വൈ ഐ ആം ആൻ എത്തീസ്റ്റ് എന്ന് പറയുന്നത്. ആരുടെ കൃതിയാണ്? ഭഗത് സിംഗിന്റെ കൃതിയാണ്. ക്ലിയർ ആയില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭഗത് സിംഗ് അല്ലെ. ഇനി അടുത്തത്, ഭഗത് സിംഗ് അംഗമായിരുന്ന ഒരു സംഘടന ഏതാണ്? ഭഗത് സിംഗ് അംഗമായിരുന്ന സംഘടന? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ ആര് അംഗമായിരുന്നു? ഭഗത് സിംഗ് അംഗമായിരുന്നു. ഭഗത് സിംഗിനെ ഏറ്റവും അധികം സ്വാധീനിച്ച വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് കർത്താർ സിംഗ് സരഭ എന്ന് പറയുന്ന ആളാണ്. കർത്താർ സിംഗ് സരഭ ഇദ്ദേഹത്തെ വളരെയധികം എന്താ പറയുന്നത്, സ്വാധീനിച്ച ഒരു വിപ്ലവകാരിയാണ് എന്ന് മനസ്സിലാക്കാട്ടോ. ഇനി കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് 1929 അല്ലെ ബോംബെറിയുണ്ടായി ഭഗത് സിംഗിന്റെ കൂട്ടുകാരൻ ആരായിരുന്നു ബോംബെറിയാൻ? ബതുകേശ്വർ ദത്ത്. അപ്പൊ ബതുകേശ്വർ ദത്തും ഭഗത് സിംഗും ചേർന്ന് കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞത്
1929 ഇനി 1926 ഇദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടന സ്ഥാപിച്ചു, നവജവാൻ ഭാരത് സഭ. അപ്പൊ നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ഭഗത് സിംഗ് ആണ്. ഇനി ആ സംഘടന എന്താ പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നവജവാൻ ഭാരത് സഭ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? നമ്മുടെ ഭഗത് സിംഗ് ആണ് കേട്ടോ. ഇനി അടുത്തത്, ഭഗത് സിംഗ് ഒന്ന് രണ്ട് തൂലികാ നാമങ്ങളിലൊക്കെ അറിയപ്പെട്ടിരുന്നു. ബൽവന്ത്, അതുപോലെ തന്നെ രഞ്ജിത്ത്, ബൽവന്ത്, രഞ്ജിത്ത്, വിദ്രോഹി എന്നീ തൂലികാ നാമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയുമാരാണ്? ഭഗത് സിംഗ് ആണ് എന്ന് ഓർക്കുക കേട്ടോ. ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ലാഹോറിലെ സ്മാരകത്തിന്റെ പേര് എന്താണ്? ഭഗത് സിംഗ് ചൗക്ക് എന്നാണ്. ഭഗത് സിംഗ് ചൗക്കാണ് അദ്ദേഹത്തിന്റെ സ്മാരകത്തിന്റെ പേര്. ഇനി അടുത്തത്, ഭഗത് സിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കുൽദീപ് നയ്യാറിന്റെ കൃതികൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളോ. എന്താണ് കുൽദീപ് നയ്യാറിന്റെ കൃതി? വിത്തൗട്ട് ഫിയർ, ദ ലൈഫ് ആൻഡ് ട്രയൽ ഓഫ് ഭഗത് സിംഗ്. എന്താണ്? വിത്തൗട്ട് ഫിയർ, the life and trial of Bhagat Singh. ഭഗത് സിംഗ് എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? കുൽദീപ് നയ്യാറിന്റെ കൃതിയാണ് ഭഗത് സിംഗിനെ കുറിച്ചുള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട 3 ടോപ്പിക് കേട്ടോ. 3 ടോപ്പിക്കാ പഠിച്ച്, ഒന്ന് ഭഗത് സിംഗിനെ കുറിച്ച്, അടുത്തത് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച്, കുറച്ച് ആസിഡുകളും അതിന്റെ ഉപയോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച്. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു പോവാ. ഇന്ന് 23-ാം തീയതി ആയി അല്ലെ? 18-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ. അപ്പൊ ദിവസം നമ്മള് കുറഞ്ഞു വരികയാണ്. അപ്പൊ അതിന്റെ ഗൗരവത്തോടുകൂടി പഠനം മുന്നോട്ട് കൊണ്ടുപോവാട്ടോ.